അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിൻ്റെ QHLSൻ്റെ 4ാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. أفتأتون السحر وأنتم تبصرون قال ربي يعلم القول في السماء والأرض وهو السميع العليم لاهية قلوبهم وأسروا النجوى الذين ظلموا هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون قال ربي يعلم القول في السماء والأرض وهو السميع العليم. ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ്സിലെ ഇന്നത്തെ ക്ലാസ്സിലൂടെ സൂറത്തു അംബിയായിലെ 3-4 ആയത്തുകളാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യത്തെ 3ാമത്തെ ആയത്ത് ലാഹിയതൻ ഖുലൂബുഹും. ലാഹിയത്തൻ എന്ന് പറഞ്ഞാൽ അശ്രദ്ധയിലായിക്കൊണ്ട്, ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ. കൽബ് ജംആണ് ഖുലൂബ്. കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം, ഖുലൂബ് പറഞ്ഞാൽ ഹൃദയങ്ങൾ. അതിൻ്റെ കൂടെ ഹും, ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ. അപ്പോൾ അവരുടെ ഹൃദയങ്ങൾ അതിനെക്കുറിച്ച് ബോധരഹിതമായിക്കൊണ്ട് അല്ലെങ്കിൽ അശ്രദ്ധമായിക്കൊണ്ട്. വഅസറുൻ നജ്വാ അവർ പതുക്കെ പറയുന്നു. അന്നജ്വ എന്ന് പറഞ്ഞാൽ ഗൂഢഭാഷണം, സ്വകാര്യ സംസാരം. നമ്മൾ സ്വകാര്യം പറയുന്നതിനൊക്കെ അന്നജ്വ എന്നാണ് പറയുക. അതുപോലെ ഗൂഢാലോചന നടത്തുന്നതിനും പറയും വഅസറുൻ നജ്വാ. അങ്ങനെ അവർ പതുക്കെ ഗൂഢഭാഷണം നടത്തുന്നു, ഗൂഢാലോചന നടത്തുന്നു, ഗൂഢ സംസാരം, സ്വകാര്യ സംസാരം സംസാരിക്കുന്നു. അല്ലദീന ളലമൂ. അല്ലദീന ഒരു കൂട്ടം ആളുകൾ, ളലമു അക്രമം പ്രവർത്തിച്ച. അപ്പോൾ അക്രമം പ്രവർത്തിച്ചവർ എന്താ നടത്തുന്നത്? ഗൂഢഭാഷണം, ഗൂഢസംസാരം, ഗൂഢാലോചന നടത്തുന്നു. എന്നിട്ട് അവർ പറയുന്നതോ ഹൽഹാദ ഇവനാണോ, ഹൽഹാദ ഇവനാണോ, ഇല്ലാ ബശറും മിസ്ലുക്കും നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനല്ലാതെ ആണോ, ഒരു മനുഷ്യനല്ലാതെ, നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനല്ലാതെ ഇവനാണോ എന്നാണ് ചോദ്യം. ഇല്ലാ ബശറും മിസ്ലുക്കും ഇവനെപ്പോലെ അല്ലാതെ, നിങ്ങളെപ്പോലെയല്ലാതെ ഒരു മനുഷ്യനാണോ? അഫതഅ്തൂന സിഹ്റ എന്നിരിക്കെ നിങ്ങൾ ചെല്ലുകയാണോ? സിഹ്റ ജാലത്തിങ്കൽ, ജാലവിദ്യക്കാണ് സിഹ്ർ എന്ന് പറയാം. അപ്പം ജാലവിദ്യ ചെയ്യാൻ അല്ലെങ്കിൽ മായാജാലം ചെയ്യാൻ നിങ്ങൾ ചെല്ലുകയാണോ? വഅൻതും തുബസിറൂൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക തന്നെ. അതായത് നിങ്ങൾക്കറിയാമായിട്ടും നിങ്ങൾ ജാലവിദ്യയിലേക്ക് ചെല്ലുകയാണോ എന്നാണ് ചോദ്യം. അപ്പം നിങ്ങളാകട്ടെ കാണുകയും ചെയ്യുന്നു. അന്തും തുബസിറുൻ നിങ്ങളാകട്ടെ നേരിൽ കാണുകയും ചെയ്യുന്നു. എന്നിട്ടും നിങ്ങൾ ആ ജാലവിദ്യയിലേക്ക് ചെല്ലുകയാണോ? അവരുടെ ഹൃദയങ്ങൾ അതിനെക്കുറിച്ച് ബോധരഹിതമായിക്കൊണ്ട് അവർ അക്രമം പ്രവർത്തിച്ചവർ പതുക്കെ ഗൂഢഭാഷണം നടത്തുന്നു. ഇവൻ മുഹമ്മദ് നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനല്ലാതെ മറ്റു വല്ലതുമാണോ എന്നിരിക്കെ നിങ്ങൾ കണ്ടും കൊണ്ടു തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ കാണത്തക്ക തന്നെ ആ ജാലത്തിങ്കൽ, ആ ജാലവിദ്യയിൽ ചെല്ലുകയാണോ? അവൻ കാണിക്കുന്ന ഈ മായാജാലത്തിൽ നിങ്ങൾ പെട്ടുപോവുകയാണോ എന്ന് ചോദിക്കുകയാണ്. ആളുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും പിന്നോട്ടു പോവാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞത് എങ്ങനെയാണ്? അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. ഖാല റബ്ബി യഅലമുൽ ഖൗല ഫിസ്സമാഇ വൽ അർള്. ഖാല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു. അതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു.
റബ്ബി എൻ്റെ രക്ഷിതാവ്, യഅലമുൽ ഖൗല അവൻ അറിയുന്നവനാണ്. അൽ ഖൗല എന്ന് പറഞ്ഞാൽ പറയുന്നത്. നിങ്ങൾ പറയുന്ന ഈ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, അതെൻ്റെ റബ്ബ് അറിയുന്നവനാണ്. ഫിസ്സമായി ആകാശത്തു വെച്ചും, വൽ അർളി ഭൂമിയിൽ വെച്ചും. അപ്പോൾ ഭൂമിയിൽ വെച്ചും ആകാശത്ത് വെച്ചും പറയുന്ന കാര്യങ്ങൾ എൻ്റെ റബ്ബ് അറിയും. വഹുവ അവനാകട്ടെ അസ്സമീഉൽ അലീം. അസ്സമീഉ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവനാണ്. നമ്മളെ സമഅ എന്ന് പറഞ്ഞാൽ നമ്മളെ ചെവിക്കാണ് പറയുക. അപ്പോൾ സമീഉ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ. അൽ അലീം, ഇൽമ് എന്ന് പറഞ്ഞ വാക്കുന്നാണ് അലീം ഉണ്ടായത്. അൽ അലീം അറിയുന്നവനുമാണ്. ഖാല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റബ്ബി എൻ്റെ റബ്ബ് യഅലമു അവൻ അറിയും, അൽ ഖൗല വാക്ക്. എവിടെയൊക്കെയുള്ള വാക്കാണ് അള്ളാഹുവിന് അറിയുക? ഫിസ്സമായി ആകാശത്തുള്ള വാക്കും, വൽ അർളി ഭൂമിയിലുള്ള വാക്കും അള്ളാഹുവിനറിയും. വഹുവ അവൻ അസ്സമീഉൽ അലീം അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ രക്ഷിതാവ് ആകാശത്തും ഭൂമിയിലും വെച്ച് പറയുന്നത് അറിയുന്നു, അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും അത്രേ. അവിശ്വാസികളുടെ ചില ദുസ്സമ്പ്രദായങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങളിലേക്ക് അവർ ചെവി കൊടുക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന സന്ദേശങ്ങൾ അവർ അനുസരിക്കുന്നില്ല, അവരതിലേക്ക് ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നില്ല. മാത്രമല്ല, അവർ തനി പരിഹാസത്തിലും, അതായത് കളിയാക്കി പരിഹസിക്കുന്ന കാര്യങ്ങളിൽ അവർ മുഴുകും. വിളയാട്ടത്തിലും മുഴുകിക്കൊണ്ടിരിക്കുകയുമായിരുന്നു അവർ ചെയ്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി എന്തെല്ലാം കള്ളപ്രചാരങ്ങളാണ് അവർ നടത്തേണ്ടതെന്ന് എന്നുള്ളതിനെക്കുറിച്ച് അവർ പ്രത്യേകം വസറുന്നജുവ ഗൂഢാലോചനകൾ അവർ നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ പല അപവാദങ്ങളും പുറപ്പെടുവിപ്പിക്കുകയും ചെയ്യും. ഞങ്ങൾ നിഷേധിക്കുന്നതും പരിഹസിക്കുന്നതുമൊക്കെ ആ അപവാദങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്നവർ ഉറപ്പിക്കുകയും ചെയ്യും. അവർ പറയുന്ന ഒരു വാദം, മുഹമ്മദ് നമ്മെപ്പോലെയുള്ള ഒരു മനുഷ്യനാണല്ലോ, പിന്നെ എങ്ങനെയാണ് അവൻ ദൈവദൂതനാവുക? ദൈവദൂതനാണെങ്കിൽ അവനൊരു മലക്കായിരിക്കേണ്ടതില്ലേ? എന്നിങ്ങനെ പല കാര്യങ്ങളും ആളുകളെ പറഞ്ഞ് വസ്വാസുണ്ടാക്കിപ്പിക്കും. അവർക്കിടയിൽ ജൽപ്പനങ്ങൾ നടത്തും. പ്രവാചകനല്ലെങ്കിൽ പിന്നെ ആരാണ്? ഇതാണ് അടുത്ത പ്രശ്നം. വ്യാജ പ്രസ്താവനകൾക്ക് സ്ഥിരതയുണ്ടാവുകയില്ലല്ലോ. ഒരിക്കൽ ജാലവിദ്യക്കാരനാണെന്ന് പ്രവാചകനെക്കുറിച്ച് പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരിക്കൽ ദുസ്വപ്നങ്ങൾ കണ്ട് എന്തൊക്കെയോ പിച്ചും പേയും പറയുകയാണ് എന്ന് പറയും, അങ്ങനെയും വാദിക്കും. മറ്റൊരിക്കൽ അവൻ ഒരു കവിയാണെന്നും പിന്നീടൊരിക്കൽ അവൻ കള്ളം കെട്ടിപ്പറയുന്നവനാണെന്നും അങ്ങനെ ഓരോ സമയത്തും ഓരോന്നോരോന്നായി പലതും ഇവർ പറഞ്ഞു പരത്തും അവിശ്വാസികളായ ആളുകൾ. ചില അവസരങ്ങളിൽ മുൻകഴിഞ്ഞ നബിമാരുടെ കൈക്കു വെളിപ്പെട്ടിരുന്ന ദൃഷ്ടാന്തങ്ങൾ പോലെയുള്ള ഒരു ദൃഷ്ടാന്തം കാട്ടിക്കൊടുക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ വെല്ലുവിളിക്കുകയും ചെയ്യും. അതായത് മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്ക് കൊടുത്തിരുന്ന മുഅ്ജിസത്തുകളുണ്ടല്ലോ, ദൃഷ്ടാന്തങ്ങളുണ്ടല്ലോ, ആ ദൃഷ്ടാന്തങ്ങൾ ഞങ്ങൾക്കും കാണിച്ചു തരൂ എന്ന് ചില സമയങ്ങളിലെങ്കിലും പ്രവാചകനെ വിളിച്ചുകൊണ്ട് അവർ വെല്ലുവിളിക്കുകയും ചെയ്യും. സൂറത്തു ത്വാഹയിലെ 133 വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. വഖാലു, അവർ പറഞ്ഞു, ലൗലാ യഅതീനാ ബിആയത്തിൻ മിർ റബ്ബിഹി. അവർ അവിശ്വാസികളായ ആളുകൾ പറഞ്ഞത് എന്താണ്? അവൻ, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ റബ്ബിൻ്റെ പക്കൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തവും കൊണ്ടുവരാത്തതെന്താണ്? ലൗലാ യഅതീനാ ബിആയത്തിൻ മിർ റബ്ബിഹി, തൻ്റെ രക്ഷിതാവിൽ നിന്ന് ഒരു ദൃഷ്ടാന്തവും എന്തേ കൊണ്ടുവരാത്തത്? അവർ ചോദിക്കുകയാണ്, അവിശ്വാസികളായ ആളുകൾ. അവലം തഅതീഹിം ബയ്യിനതു മാ ഫിസ് സുഹഫിൽ ഊല, പൂർവ ഗ്രന്ഥങ്ങളിലുള്ളതിൻ്റെ തെളിവ് അവർക്ക് വന്നിട്ടില്ലേ എന്ന ചോദ്യമാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പൂർവികമായ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള തെളിവുകൾ അവരിലേക്ക് എത്തിയിട്ടില്ലേ എന്ന ഒരു ചോദ്യം അള്ളാഹുവാണ്
ചോദിക്കുന്നത്. ഇവിടെ റസൂലിനോടാണ് അവർ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രവാചകനാണ് ഞങ്ങളുടെ മുന്നിൽ ഉള്ളതെങ്കിൽ അവൻ എന്തേ തൻ്റെ റബ്ബിൻ്റെ പക്കൽ നിന്ന് ഞങ്ങൾക്ക് ദൃഷ്ടാന്തമൊന്നും കൊണ്ടുവരാത്തത് എന്ന് അവർ പ്രവാചകനോട് ചോദിക്കുകയാണ്. അവിടെ അള്ളാഹു ഒരു തിരുത്തു കൊടുക്കുകയാണ്. പൂർവ്വ വേദഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ, തെളിവുകൾ അവർക്ക് വന്നിട്ടില്ലേ? ഇഞ്ചീലിലും സബൂറിലും തൗറാത്തിലുമൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങൾ അവർ കേട്ടിട്ടില്ലേ, അവരറിഞ്ഞിട്ടില്ലേ എന്നാണ് അള്ളാഹു ഇത്തരം ആളുകളോട് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തെ നിഷേധിക്കുന്നതിന് വേണ്ടി, ന്യായീകരണത്തിന് വേണ്ടിയിട്ട് മുശ്രിക്കുകൾ പല കുതർക്കങ്ങളും അതുപോലെ ദുർന്യായങ്ങളുമൊക്കെ പറയാറുണ്ട്. അതിലൊന്നാണ് മുമ്പുള്ള പ്രവാചകന്മാർ കൊണ്ടുവന്നതുപോലെയുള്ള ഒരു ദൃഷ്ടാന്തം മുഹമ്മദ് കൊണ്ടുവരാത്തതെന്താണ് എന്ന ആക്ഷേപവും അതിൽപ്പെട്ട ഒന്നാണ്. വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയോടുകൂടെയുള്ള ഒരു ആക്ഷേപമായിരുന്നില്ല ഇത്തരം ആക്ഷേപങ്ങൾ. സത്യാന്വേഷണവും നിഷ്പക്ഷ ഹൃദയവുമുള്ള ഏതൊരുത്തനും വിശ്വസിക്കത്തക്കവണ്ണം തെളിവുകളും ദൃഷ്ടാന്തങ്ങളും അവർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സാധാരണഗതിയിൽ ഇത്തരം ആളുകൾ ചെയ്യാറുള്ളത്, അവരേതു കണ്ടാലും അതെല്ലാം ആഭിചാരമാണ്, ജാലവിദ്യയാണ്, മായാജാലമാണ്, കൺകെട്ടാണ് എന്നും മറ്റും പറഞ്ഞ് ഇത്തരം പ്രബോധന പ്രവർത്തനങ്ങളെ, പ്രവാചകൻ്റെ വാക്കുകളെ, അള്ളാഹു അയച്ചു കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ അതെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്തിരുന്നത്. എന്നാൽ അള്ളാഹു അത്യുന്നതനും മഹാനുമാണ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിക്കൊടുക്കുന്ന ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് നമ്മൾ ഉൾക്കൊള്ളണം. നമ്മൾ ഇത്തരം ആളുകളിൽ പെടാതിരിക്കുവാനും ശ്രദ്ധിക്കണം. അള്ളാഹുവിനോട് സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഒരു തവണ നമുക്ക് ഈ 2 ആയത്തുകളും ഒന്ന് പാരായണം ചെയ്തിട്ട് അവസാനിപ്പിക്കാം. ലഹിയതൻ ഖുലൂബുഹും വഅസറുൻ നജ്വല്ലദീന ളലമൂ ഹൽ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും അഫതഅ്തൂന അസ്സിഹ്റ വഅൻതും തുബ്സിറൂൻ. ലാഹിയതൻ ഖുലൂബുഹും അവിടെ നമ്മൾ ശ്രദ്ധിച്ചോദണം. വഅസറുൻ നജ്വ, നജ്വ എന്ന് തന്നെ പറയണം. ഹൽ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും, അവിടെ നമ്മൾ കുറച്ച് മണിച്ചോദണം. ബശറും മിസ്ലുക്കും വഅൻതും തുബ്സിറൂൻ, തുബ്സിറൂൻ ബ ശരിക്കും വ്യക്തമായിട്ട് ഓതണം. സീനല്ല ഇവിടെ. തുബ്സിറൂൻ. ഖാല റബ്ബി യഅലമുൽ ഖൗല ഫിസ്സമാഇ വൽ അർള് വഹുവസ് സമീഉൽ അലീം. അവിടെ നമ്മൾ ഫിസ്സമാഇ എന്നുള്ളിടത്ത് അത്യാവശ്യം നീട്ടിയിട്ട് ഓതണം. വഹുവസ് സമീഉൽ അലീം. ഖുർആനിനെ സത്യമായി ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.